ഫീനിക്സ് ടെക്നോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് നിങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് കൂടുതലും ഇപ്പോൾ ഫൈനൽ ഇയർ ബിടെക് കംപ്ലീറ്റ് ആയവർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂരിഭാഗം സ്റ്റുഡൻസും ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ആണ് പറയുന്നതെങ്കിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക് ആയിട്ട് എന്തൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർസ് ആണ് പഠിച്ചിരിക്കേണ്ടത്. നിങ്ങളിലെ ആരെങ്കിലും ബിടെക് ഫൈനൽ ഇയേഴ്സ് ഉണ്ട് എങ്കിൽ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ ഉണ്ടായ ഡൗട്ടാണ് ഏതൊക്കെ സോഫ്റ്റ്വെയർ പഠിക്കണം, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂച്ചറിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഗുണമായിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കോളേജ് ക്ലാസ്സസ് നടക്കുന്നില്ല, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അതുകൂടാതെ ഒരുപാട് സമയമാണ്, ഫ്രീ ടൈമാണ് നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിനെ ശരിയായിട്ടുള്ളൊരു രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അത് യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പലയിടത്തു നിന്നും ആഡ് അല്ലെങ്കിൽ പലയിടത്തെയും അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോഫ്റ്റ്വെയറുകളൊക്കെ പഠിപ്പിക്കുന്ന സെന്ററിൽ നിന്നുമൊക്കെ ബ്രോഷേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ബേസിക് ആയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് കൊണ്ട് എല്ലാം നമുക്ക് പഠിച്ചിരിക്കാൻ ഈ ഒരു ടൈമിൽ പറ്റില്ല. പതിയെ അല്ലെങ്കിൽ ഇപ്പം പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ജോലിക്ക് കയറിയിട്ടാണെങ്കിലും ഒക്കെ ഓരോ പുതിയ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ പരിചയപ്പെടുകയും പഠിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ മിനിമം ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ഒന്ന്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ജസ്റ്റ് കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ പേരൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം മെയിൻലി ഞാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ്. അതായത് അങ്ങനെ എടുത്തു പറയാൻ കാരണം ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന്. നിങ്ങളുടെ ജോബ് ഫീൽഡിലാണ് എങ്കിലും ഓരോരുത്തരും ചിലപ്പോൾ ചിലർ കൺസ്ട്രക്ഷൻ ഫീൽഡിലാവും, ചിലർ ഡിസൈൻ ഫീൽഡിലാവും, ചിലർ പ്ലാനിങ് ഫീൽഡിലാവും, അപ്പോൾ എസ്റ്റിമേഷൻ ഫീൽഡിലാവും. അപ്പോൾ അത്തരത്തിലുള്ള പല ഫീൽഡുകളിൽ പല സോഫ്റ്റ്വെയർസ് നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ബേസിക് ആയിട്ടെന്ന് പറയുകയല്ല, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർസ് കൊണ്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ബേസിക് ഐഡിയ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് ഓട്ടോഡെസ്കിന്റെ AutoCAD എന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ AutoCAD എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണ് ബൈ ഓട്ടോഡെസ്ക്. അപ്പം ഓട്ടോഡെസ്കിൻ്റെ AutoCAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമല്ല ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും എല്ലാ ഫീൽഡിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് AutoCAD എന്ന് പറയുന്നത്. അപ്പോൾ AutoCAD നിങ്ങൾ സ്റ്റുഡൻസ്, ബിടെക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിടെക് ഗ്രാജുവേറ്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ 2D ഡ്രാഫ്റ്റിങ്ങിനും അതുപോലെ തന്നെ 3D ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, സിവിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് മാത്രം പറയുന്നില്ല ഞാൻ, മെക്കാനിക്കലുകാരും യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ മെഷീൻ ഡ്രോയിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെല്ലാം AutoCAD യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കലുകാരും യൂസ് ചെയ്യുന്നുണ്ട് AutoCAD. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണ് ഈ AutoCAD 2D ഡ്രാഫ്റ്റിങ്ങിനും 3D ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായും ആ AutoCADിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മെയിൻലി ഇപ്പോൾ നമുക്കൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കണമെങ്കിൽ ആ ഒരു 2D പ്ലാനല്ലേ നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് AutoCAD ആണ്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ 3D കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള വ്യൂസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം ബേസിക്കലി ആദ്യം 2D പ്ലാൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് AutoCAD അറിയാമെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നിട്ട് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ പ്ലാൻ ഒന്ന് നിനക്ക് വരച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എഞ്ചിനീയറിംഗ് തന്നെ പഠിച്ചതാണ്, നമ്മൾ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു പ്ലാൻ വരച്ച് കൊടുക്കണം. അപ്പോൾ AutoCAD അറിയാമെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് 2D പ്ലാൻ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിർബന്ധമായും AutoCAD വളരെ വൃത്തിക്ക് തന്നെ അറിഞ്ഞിരിക്കും. അതിനകത്തുള്ള ഓരോ ഐക്കണിൻ്റെ യൂസ് അറിഞ്ഞിരുന്നത് ഈസിയാണ്. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏത് സോഫ്റ്റ്വെയറുകൾ പഠിച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് വല്ല വരച്ചൊക്കെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഐക്കൺസിൻ്റെ ഒക്കെ യൂസൊക്കെ അങ്ങ് മറന്നു പോകും. അപ്പോൾ പിന്നീടൊന്ന് ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ തുറക്കുമ്പോഴത്തേക്ക് ഏത് ഐക്കണായിരുന്നു ഇത് വരയ്ക്കാൻ യൂസ് ചെയ്യേണ്ടത്, ഒരു സർക്കിൾ വരയ്ക്കാൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഓഫ്സെറ്റ് എങ്ങനെ എടുക്കേണ്ടായിരുന്നു, മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അത്തരത്തിലുള്ള ഐക്കൺസിൻ്റെ ആ ഒരു പേരും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ മറന്നു. അപ്പോൾ എന്ത് സോഫ്റ്റ്വെയർ കോഴ്സിന് നിങ്ങൾ പോയി പഠിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് യൂസ് ചെയ്ത് വരച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഓട്ടോക്യാഡ് പറഞ്ഞു വന്നപ്പം നമുക്ക് ബേസിക്കലി സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ, ഒരു എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പം ആർക്കിടെക്ചറൽ സോഫ്റ്റ്വെയർസും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ സോഫ്റ്റ്വെയർസും ഉണ്ട്, അതുപോലെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസും ഉണ്ട്. അപ്പോൾ ഈ 3 തരത്തിലാണ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ ആർക്കിടെക്ചറൽ സോഫ്റ്റ്വെയർസിൽ വരുന്നതാണ് ഈ ഓട്ടോക്യാഡ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് റെവിറ്റ് ആർക്കിടെക്ചർ എന്നത്. അപ്പോൾ റെവിറ്റ് ആർക്കിടെക്ചർ 3D മോഡലിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം 2D പ്ലാൻ നമ്മൾ ഓട്ടോക്യാഡ് വെച്ച് വരച്ചു, അപ്പം റെവിറ്റിനകത്തും 2D പ്ലാനും വരയ്ക്കാൻ പറ്റും. അതിനകത്ത് 3D മോഡലിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഏത് രീതിയിലുള്ള 3D മോഡലിംഗ് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരു വീടിൻ്റെ ആണെങ്കിലും വ്യൂ കാണുകയാണ്, ഇപ്പം നമുക്ക് നൈറ്റിൽ ആ വീട് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, നൈറ്റ് വ്യൂ എങ്ങനെയാണ്, അല്ലെങ്കിൽ മഴയത്ത് എങ്ങനെയാണ് അത് കാണുന്നത്, റെയിനി ഡേയ്സിൽ എങ്ങനെയാണ് അത് കാണുന്നത്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എങ്ങനെയാണ് ആ വീട് അപ്പിയർ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളും അത്തരത്തിലുള്ള വ്യൂ എല്ലാം നമുക്ക് ഈ റെവിറ്റ് ആർക്കിടെക്ചറിലൂടെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മോഡലിംഗ് ചെയ്തുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കുന്ന ആളാണ് എങ്കിൽ എൻ്റെ കസ്റ്റമറിന് എനിക്ക് ആ 3D വ്യൂസ് എല്ലാം കാണിച്ചുകൊണ്ട് എനിക്ക് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും കിട്ടുകയും ചെയ്യും. ആ ഒരു രീതിയിലായിരിക്കും അവിടെ കസ്റ്റമറും നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്തായാലും അത് യൂസ്ഫുൾ തന്നെയാണ്. ഒരു ആസ് എ സിവിൽ എഞ്ചിനീയർ എന്ന നിലയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ റെവിറ്റ് ആർക്കിടെക്ചർ എന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഇപ്പം ഈ റെവിറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഹെവി സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈ ഓരോ സോഫ്റ്റ്വെയർസും ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലാപ്പിനൊക്കെ കുറച്ച് അതിൻ്റേതായ സ്പെക്കൊക്കെ ഉണ്ടായിരിക്കണം, അതിൻ്റേതായ സ്പെസിഫിക്കേഷൻസ് ഉള്ള ലാപ്ടോപ്പിൽ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം റെവിറ്റ് ആർക്കിടെക്ചർ അത്യാവശ്യം ഒരു ഹെവി സോഫ്റ്റ്വെയർ തന്നെയാണെന്ന് പറയാം. ഇനി ഇതിൽ നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ MEP മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്സും ഒക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിപ്പം വീടിൻ്റെയൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ പഞ്ചായത്തിലൊക്കെ അപ്രൂവൽ എടുക്കാനായിട്ട് അപ്രൂവൽ ഡ്രോയിങ് അല്ലെങ്കിൽ സബ്മിഷൻ ഡ്രോയിങ്സ് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ആ സബ്മിഷൻ ഡ്രോയിങ്സിനൊക്കെ അതിൻ്റെ 2D പ്ലാനൊക്കെ നമുക്ക് ഈ ഓട്ടോക്യാഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. 2D പ്ലാൻ സെക്ഷനും എലിവേഷനും ഒക്കെ ഓട്ടോക്യാഡ് വെച്ച് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റെവിറ്റ് ആർക്കിടെക്ചർ ഉണ്ട് എങ്കിലും അതും രണ്ടും യൂസ് ചെയ്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ സബ്മിഷൻ ഡ്രോയിങ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു സോഫ്റ്റ്വെയർ ആണ് 3ds Max എന്ന് പറയുന്നത്. 3ds Max മെയിൻലി ഒരു ആനിമേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ഇമേജിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഡ്രോയിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് 3ds Max. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇമേജസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓരോ മെഷീനും മെക്കാനിക്കൽ അത് എടുക്കുകയാണെങ്കിൽ ആ ഓരോ മെഷീൻ്റെ ഒക്കെ ആ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഒരു ആനിമേഷനൊക്കെ വേണ്ടി വരുമെങ്കിൽ, ആനിമേഷനൊക്കെ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ 3ds Max എന്ന് പറയുന്നത്. അപ്പോൾ അതും പഠിച്ചിരുന്നാൽ അത്രയും നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഓർത്തിരിക്കും. അടുത്തൊരു സോഫ്റ്റ്വെയർ ആണ് eTabs എന്ന് പറയുന്നത്. eTabs എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ പാക്കേജ് തന്നെയാണ്. 3D മോഡലിങ്ങിനും അതുപോലെ തന്നെ ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് പാക്കേജ് തന്നെയാണ്, സോഫ്റ്റ്വെയർ പാക്കേജ് തന്നെയാണ് eTabs എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ബിൽഡിങ്ങിനും സ്ട്രക്ചറൽ അനാലിസിനും ഡിസൈൻ ഓഫ് ബിൽഡിങ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് eTabs എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിനാണെങ്കിലും 3D മോഡലിങ്സിനാണെങ്കിലും സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനൊക്കെ ആണെങ്കിലും ഈ eTabs നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെച്ച് അത് നമ്മൾ ഏതൊക്കെ ഫീൽഡ്, ഇപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഡ്രോയിങ്സ് അല്ലെങ്കിൽ BBS ബാർബനി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് eTabs. അപ്പോൾ eTabs പഠിച്ചിരിക്കേണ്ട ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് ഒരു സ്ട്രക്ചറൽ സോഫ്റ്റ്വെയർ ആണ് StatPro എന്നത്. StatPro നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മെയിൻലി സ്ട്രക്ചറൽ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ സോഫ്റ്റ്വെയർ ആണ് StatPro. നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ StatPro ആണ്. അപ്പം അതിനകത്തൊക്കെ ആണെങ്കിലും സ്ട്രക്ചറൽ ഡിസൈൻ, ഇപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മാനുവൽ ആയിട്ട് തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എല്ലാം എഴുതി ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു StatPro എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടും അതിൽ നമുക്ക് ഒരുപാട് ലോഡ് കണ്ടീഷൻസ് ഉണ്ട്, ലോഡ്
ലോഡൊക്കെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ലോഡാണ് ആ ഒരു ബിൽഡിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് ആ ലോഡൊക്കെ അതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അത് ഈ ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം, പല കാര്യങ്ങളും മനസ്സിലാവും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയുന്നില്ല. അപ്പം ആ സ്റ്റാറ്റ് പ്രോയിൽ ആ ലോഡ് കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്ത് ആ ബിൽഡിങ്ങിനകത്ത് ആ ബിൽഡിങ്ങിൻ്റെ തന്നെയാണെങ്കിലും ആ ഒരു സ്ട്രക്ചറിൻ്റെ ആണെങ്കിലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടെത്താനായിട്ട് വരയ്ക്കാനായിട്ട് ഈ സ്റ്റാറ്റ് പ്രോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ സോഫ്റ്റ്വെയർ എന്ന നിലയ്ക്ക് സ്റ്റാറ്റ് പ്രോ പഠിച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. എഫിഷ്യൻ്റ് ആണ്, ടൈമും നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ആ എഫിഷ്യൻസിയും ടൈം മാനേജ്മെൻറ്റുമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടൈം കൺസ്യൂമിങ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസ് ഡേറ്റാസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ സോഫ്റ്റ്വെയർ ആണ് സ്റ്റാറ്റ് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ് പ്രോയും ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ, ഇപ്പം നിങ്ങളൊരു ഡിസൈൻ കമ്പനിയിലാണ് ജോലിക്ക് കയറാൻ പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കും. അപ്പം മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പഠിച്ചു വെച്ചിരുന്നാൽ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. ആ ഒരു പരിചയം ഉണ്ടായിരിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. അപ്പോൾ അതാണ് സ്റ്റാറ്റ് പ്രോ എന്ന സോഫ്റ്റ്വെയർ. അടുത്തത് ഇനി പ്രോജക്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൈമവേരയും ഉണ്ട്, അതുപോലെ തന്നെ MS പ്രോജക്റ്റ് ഉണ്ട്. പ്രൈമവേര എന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമവേരയാണ് യൂസ് ചെയ്യുന്നത് പ്രോജക്റ്റ് മാനേജ്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കൂടാതെ ഇനി MS പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ MS പ്രോജക്റ്റ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ പ്രൈമവേര അല്ലെങ്കിൽ MS പ്രോജക്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഷെഡ്യൂളിംഗ് ആണെങ്കിലും അതിന്റെ ആക്ടിവിറ്റി ക്രിയേഷൻ ആണെങ്കിലും ഇപ്പം ഓരോ ദിവസം ഓരോ വർക്കിന് എത്ര ലേബേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര എഞ്ചിനീയേഴ്സ് വേണം, അത്തരത്തിലുള്ള ആ ലേബർ സ്ട്രെങ്ത്, എഞ്ചിനീയേഴ്സിൻ്റെ കൗണ്ട്, എല്ലാ ഡീറ്റെയിലിങ്ങിനും അതിൻ്റെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ്, സ്ട്രെങ്ത് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് പ്രൈമവേര യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ MS പ്രോജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഫീൽഡിലാണ് നമ്മൾ ജോലിക്ക് കയറുന്നതെങ്കിൽ ഈ സോഫ്റ്റ്വെയറുമായിട്ട് എന്തായാലും ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വർക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോബ് തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പം SAP 2000 ആണെങ്കിലും സ്ട്രക്ചർ അനാലിസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് SAP 2000 ഉണ്ട്. കൂടാതെ ഇപ്പം ജിയോ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകളുണ്ട്. ആ ഓരോ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിലും സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സോയിലിൻ്റെ അനാലിസിസ്, സോയിലിൻ്റെ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൻ്റെ അണ്ടറിലുണ്ട്. അറ്റ്ലീസ്റ്റ് മിനിമം 1-2 സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങളൊന്ന് ഈ ഒരു ടൈമിൽ ബിടെക് ടൈമിൽ തന്നെ ഒന്ന് പഠിച്ചിരിക്കും. ബാക്കി ആ ഒരു വർക്ക് റിലേറ്റഡ് ടൈമിലാകുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം MS ഓഫീസിനെ കുറിച്ചാണ്. അത് ഓൾറെഡി നമുക്കറിയാം. നമ്മൾ കുഞ്ഞിലേ തൊട്ട് MS ഓഫീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. അതിനകത്താണ് MS വേർഡ് ഉണ്ട്, MS പവർ പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ MS എക്സൽ ഉണ്ട്. അപ്പം വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഇത് മൂന്നും നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും കാണില്ല. എങ്കിലും എക്സൽ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇപ്പം നമ്മളൊരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിലും സൈറ്റിൽ എക്സിക്യൂഷൻ മാത്രമല്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഓഫീസ് വർക്കും കൂടിയുണ്ട്. ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നമ്മൾക്കിപ്പം ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം, അതുപോലെ തന്നെ ബില്ല് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ബില്ല് ക്രിയേറ്റ് ചെയ്യണം, ബുക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, മെഷർമെൻറ്റ് ബുക്ക് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണെങ്കിലും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എക്സൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്തുള്ള ഈ ഷോർട്ട് കട്ട് കീസ് അങ്ങനത്തെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ അത്രയും എളുപ്പമായിരിക്കും, നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എസ്റ്റിമേഷൻ്റെ സമയത്ത്, ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ സമയത്താണെങ്കിലും ബില്ലിങ്ങിനാണെങ്കിലും BBS ക്രിയേറ്റ് ചെയ്യുന്നതിനാണെങ്കിലും കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആൻഡ് പ്ലാനിങ്ങിനാണെങ്കിലും ഈ എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ MS ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന എക്സൽ, വേർഡ്, പ്രസൻറ്റേഷൻ. വേർഡ് ആണെങ്കിൽ നമുക്കിപ്പം ഒരു ഫോമൊക്കെ അയക്കണമെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കണമെങ്കിലും ഇപ്പം നിങ്ങളുടെ റെസ്യൂമ തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ വേർഡാണ് ഫോളോ ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരിടത്ത് നമുക്കൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്കിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻ നടത്തണം. അപ്പം അതിനനുസരിച്ച് നമ്മളെ സഹായിക്കുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ അത്തരത്തിൽ MS ഓഫീസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയറിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞോളൂ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ നിങ്ങളൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായും ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കും. എന്തായാലും നമ്മളുടെ ഈ ഫീൽഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭാവിയിലും ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് MS ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം അറിയെങ്കിൽ ഏതൊരു ഫീൽഡിൽ പോയാലും ബാങ്കിങ്ങിലും എല്ലാ ഫീൽഡിൽ പോയാലും അവിടെയൊക്കെ പല പല സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഒരു ഐഡിയ ഉണ്ടായിരിക്കും, നല്ലതാണ്. പിന്നെ സിവിൽ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒന്ന് പഠിച്ചിരിക്കുക. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ ഡിസൈൻ ഫീൽഡിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പഠിച്ചിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണ്, ഇനി എന്താണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ചൂസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് തന്നെ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കും. എന്തായാലും യൂസ്ഫുൾ ആയിട്ടേ വരത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ സോഫ്റ്റ്വെയർ പഠിച്ചത് നഷ്ടം എന്ന് വരില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സോഫ്റ്റ്വെയർ പഠിച്ചെന്ന് മാത്രമാകരുത്, ആ പഠിച്ചു കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഡ്രോയിങ് പ്ലാൻസ് ഒക്കെ വരയ്ക്കുക, വീടിൻ്റെയൊക്കെ വരച്ച് നോക്കുക, ആ സോഫ്റ്റ്വെയർസ് ഒക്കെ 3D മോഡലിംഗ് ഒക്കെ ചെയ്ത് നോക്കും. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും. അല്ലാതെ സോഫ്റ്റ്വെയർ ഇപ്പം ഒരു 2 മാസം കൊണ്ട് സോഫ്റ്റ്വെയറുകളെല്ലാം പഠിച്ചങ്ങ് തീർത്തു, പിന്നെ നമ്മൾ ആ സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ജോലിക്ക് കയറുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഡിഫിക്കൽട്ടി ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ സോഫ്റ്റ്വെയർസും, പഠിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് പൊടിതട്ടി എടുക്കുന്ന ചടങ്ങല്ല, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഇനിയുള്ള വീഡിയോസിലൂടെയൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിടെക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിടെക് ഗ്രാജുവേറ്റ്സിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.